യുപിയിലെ ലക്നൌവിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്ന് 7 പേർ മരിച്ചു എന്ന സങ്കടകരമായ വാർത്ത വരുന്നുണ്ട്. 30 പേരെ രക്ഷപ്പെടുത്തി. ആ അപകട മേഖലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ആർ അച്യുതൻ വിവരങ്ങളുമായി വീണ്ടും ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ്, ട്രാൻസ്പോർട്ട് നഗറിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അതായത് നിർമ്മാണത്തിലിരുന്ന ഒരു 3 നില കെട്ടിടം അത് തകർന്ന് വീഴുകയായിരുന്നു. നിരവധി പേരായിരുന്നു ഇതിനുള്ളിൽ കുടുങ്ങിക്കിടന്നത്. നിലവിലെ കണക്കുപ്രകാരം, സർക്കാർ പുറത്തുവിടുന്ന കണക്കുപ്രകാരം മരണം 8ആയി ഉയർന്നു എന്നുള്ള ഒരു കണക്കാണ് ഇപ്പോൾ സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നത്. 28 പേരാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിൽ കഴിയുന്നത്. ഇപ്പോഴും ഈ മേഖലയിൽ, ഈ അപകടം നടന്ന ഇടത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇതിനായി NDRF, SDRF, അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേന എന്നീ 3 സേനകളും ഉൾപ്പെടെ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഈ മേഖലയിൽ നടത്തുന്നത്. ഒപ്പം തന്നെ യോഗി ആദിത്യനാഥ്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഈ അപകടവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവർ ഏത് ആശുപത്രിയിൽ എത്തിയാലും അവർക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കണം എന്നൊരു നിർദ്ദേശം കൂടി ഇപ്പോൾ ഭരണകൂടങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. മരണസംഖ്യ 8ആയി ഉയരുകയാണ് ഉണ്ടായത്. ഇന്ന് ബേസ്മെന്റിലെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നലെ നടന്നിരുന്നു. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ഈ 3 നില കെട്ടിടം ഇന്നലെ വൈകിട്ടോടുകൂടി തകർന്നു വീഴുന്നത്. ഒരു വലിയ സംഭവം എന്ന നിലയിൽ തന്നെ കാണേണ്ടതുണ്ട്. കാരണം മരണസംഖ്യ അത് ഉയരുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. SKN.